നീറിക്കോട് കാക്കനാട്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് തുടക്കമായി. ഫെബ്രുവരി 8-ന് പകൽപൂരത്തോടെ ഉത്സവം സമാപിക്കും. നീറിക്കോട് കാക്കനാട്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ഉത്സവാഘോഷങ്ങൾക്ക് കുടനിവർത്തൽ ചടങ്ങുകളോടെ തുടക്കമായി. ഫെബ്രുവരി 4 മുതൽ 8 വരെയാണ് മഹോത്സവം. എല്ലാ ദിവസവും ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ ഫെബ്രുവരി 6-ാം തീയതി രാവിലെ 10:30-ന് ദേവിക്കളവും വൈകിട്ട് 6:30-ന് വിഷ്ണുമായ കളവും നടക്കും. 7-ാം തീയതി വൈകിട്ട് 5:30-ന് താലം വരവ്, വൈകിട്ട് വിവിധ കലാപരിപാടികൾ. 8-ാം തീയതി രാവിലെ 9:30-ന് നവഗ്രഹ ശാന്തി ഹോമവും തുടർന്ന് മഹോത്സവ ചടങ്ങുകൾക്ക് ശേഷം പകൽപൂരവും നടക്കും. നീറിക്കോട് കാക്കനാട്ട് ശ്രീ ഭദ്രകാളി ക്ഷേത്രം രക്ഷാധികാരി KS നടരാജൻ, ഉത്സവാഘോഷ കമ്മിറ്റി കൺവീനർ KS മോഹനൻ, ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് KH മനോജ്, ജോയിന്റ് കൺവീനർമാരായ ബാബു കാക്കനാട്ട്, അരുൺ CS, കമ്മിറ്റി മെമ്പർമാരായ ഗീത അനിൽകുമാർ, ഷാലി പുഷ്കരൻ, ജിജി തങ്കപ്പൻ എന്നിവർ നേതൃത്വം നൽകി. അതിന് യോജിക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടിയില്ല, കൊടിമരമില്ല, വലിയ ആനയില്ല, അമ്പാടിയില്ല എന്നൊക്കെ ഉള്ളൊരു ധാരണയാണ് കൊടിയേറ്റത്തിന്. കുടനിവർത്തലും അതിൻ്റേതായൊരു പവറുണ്ട്, ശക്തിയുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒക്കെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ദേവി മഹാത്മ്യം, ദേവിയുടെ ഇച്ഛയാണത്. ഇന്നത്തെ ദിവസം ഹരിമാധവം നാരായണീയ സമിതിയുടെ ദേവി മഹാത്മ്യം, അത് ദേവിയുടെ ഇച്ഛ തന്നെയാണ്. ദേവി കൊണ്ടുപോകുന്നത് തന്നെയാണ് അവിടെയൊക്കെ തന്നെ. ആ ടീച്ചറിൻ്റെ ശിഷ്യഗണങ്ങളുമൊക്കെ എത്തിയിട്ടുണ്ട്. അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദേവിയുടെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുമ്പ് തുടങ്ങി യൂട്യൂബിലും മറ്റുള്ള ചാനലിലൊക്കെ ഇവിടുന്ന് വിവിധ ദൂരദേശങ്ങളിൽ നിന്ന്, തൃശ്ശൂരിൽ നിന്ന് വൈക്കത്തുനിന്ന് വരെ ആൾക്കാർ വന്നിട്ട് കല്യാണങ്ങൾ, പെൺകുട്ടികളുടെയൊക്കെ വിവാഹങ്ങൾ, നടക്കാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് ദേവിയുടെ അടുത്ത് വന്ന് നേർച്ച നടത്തുമ്പോൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല തടസ്സങ്ങളും വിഷ്ണുമായ സ്വാമിയുടെ കളത്തിൽ രൂപക്കളം, പിന്നെ അതുപോലെ തന്നെ വിശേഷാൽ കലശം, ഇതിനൊക്കെ വഴിപാട് നടത്തി കഴിയുമ്പോൾ അനുഭവങ്ങളുള്ളവർ ഒരുപാട് പേരുണ്ട്. അത്രയ്ക്ക് ചൈതന്യമായിട്ടുള്ള ഏറ്റവും കൂടുതലുള്ള ഒരു ക്ഷേത്രമാണ്. കുറച്ച് റിമോട്ട് ഉള്ള ഏരിയയിലാണെന്നുള്ളത് മാത്രമുള്ള ഇതിൻ്റെ കേൾവിയും പ്രശസ്തിയും ദൂരദേശങ്ങളിലേക്ക് അറിയും തോറും കൂടുതൽ ആൾക്കാർ ഇവിടെ വന്നു ചേരുന്നുണ്ട്. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേവി മഹാത്മ്യ പാരായണം വായിക്കാൻ സാധിച്ചു. അത് വലിയൊരു ദേവിയുടെ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു. പിന്നെ ഇതിലൊക്കെ പങ്കെടുക്കാൻ പറ്റി. ഇവിടെ സജ്ജനങ്ങളെല്ലാവരും തന്നെ എല്ലാവരും അനുഗ്രഹീതരായിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് കാണുമ്പോഴേ അറിയാം, എല്ലാവരും നല്ല ഒത്തൊരുമയോടുകൂടി പോകുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു ചൈതന്യം അമ്പലത്തിന് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾക്കൊരവസരം തന്നതിൽ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ക്ഷേത്ര ട്രസ്റ്റിനോട്. ഈ ദേവിയുടെ മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് എല്ലാവരുടെയും അനുഗ്രഹവും, ദേവിയുടെ അനുഗ്രഹവും മുത്തപ്പൻ്റെ അനുഗ്രഹവും ഇവിടെ ഓരോരോ ഭക്തന്മാർക്ക് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഇനിയും ഈ കാക്കനാട് പറമ്പ് ദേവിയും ഭഗവതിയും മുത്തപ്പനും അനുഗ്രഹത്തിന്
നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കിട്ടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും. അതോടൊപ്പം എല്ലാവർക്കും ഇതിൻ്റെ ഒരു ഭാഗം എല്ലാവരും ആക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.